ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെക്ഷൻ ഇയുടെ നെക്സ്റ്റ് ഒരു എപ്പിസോഡ് ആട്ടോ. അപ്പോൾ നമ്മുടെ സെക്ഷൻ ഈ സീസൺ 2 രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത്. സെക്ഷൻ ഈ സീസൺ 2 ഫസ്റ്റ് പാർട്ട് ഈ ഒരു എപ്പിസോഡോട് കൂടി അവസാനിക്കുകയാണ്. പിന്നെ സെക്കൻഡ് പാർട്ട് വരുന്നത് ജൂണിലായിരിക്കും. സോ അതുവരെ ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ജൂണിലായിരിക്കും അത് റിലീസ് ആവുന്നുണ്ടായിരിക്കും. സോ ഇതായിരിക്കും പാർട്ട് 1 ലാസ്റ്റ് എപ്പിസോഡ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അവരെല്ലാവരും കൂടി ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കെയ്ഫർ അങ്ങോട്ടേക്ക് വന്നതാണല്ലോ. ഏഞ്ചലോക്ക് ഒന്നും തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ജേജയുടെ സ്റ്റെഫാർ ചോദിക്കുന്നുണ്ടായിരുന്നു കെയ്ഫർ ആരാന്നുള്ള കാര്യം. അപ്പോൾ യൂറി പറയുന്നുണ്ടായിരുന്നു ഇവൻ എൻ്റെ ബെസ്റ്റ് മാൻ ആണ്. അപ്പോൾ കെയ്ഫറും പറയുന്നുണ്ടായിരുന്നു അല്ല ഇവനാണ് എൻ്റെ ബെസ്റ്റ് മാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ യൂറി പറയുന്നുണ്ടായിരുന്നു കെയ്ഫറിൻ്റെ മാരേജിന് ഇവർ രണ്ടുപേരും യൂറിയും അതുപോലെ തന്നെ ജേജയും ഒരുമിച്ച് വന്ന് അനുഗ്രഹിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ മാരേജിന് എന്തായാലും ജേജ അവിടെ വേണമല്ലോ, കല്യാണവധം ഇല്ലാതെ എന്ത് കല്യാണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏഞ്ചൽ ദേഷ്യപ്പെട്ടു എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ നമ്മുടെ കെയ്ഫർ ഭയങ്കര കൂളായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതൊരു മുൻ ഇൻവിറ്റേഷൻ ആയിട്ട് നിങ്ങൾ കണ്ടോളൂ എന്നുള്ള രീതിയിലൊക്കെ. ആ സമയമാണെങ്കിൽ ഏഞ്ചൽ നല്ല രീതിയിൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ പെടുന്നുണ്ട്. അതിനോടൊപ്പം കെയ്ഫറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീയും ജേജയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കെയ്ഫർ പറയുന്നുണ്ട് ഫ്രണ്ടിന് മേലെ ലവർക്ക് കീഴെന്ന് പറയുമ്പോൾ നമ്മുടെ ഏഞ്ചലോക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഏഞ്ചലാണെങ്കിൽ നല്ല രീതിയിൽ വയലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏഞ്ചലോയുടെ മോം എന്ന് വെച്ചാൽ ആൻറ്റി പറയുന്നുണ്ടായിരുന്നു നീ ഒന്ന് ശാന്തമാവാൻ. അപ്പോൾ പറയുന്നുണ്ട് എങ്ങനെ ശാന്തം അതൊക്കെ കേട്ടിട്ടെന്ന് ചോദിക്കുമ്പോൾ അവനൊരു കോൾ വരുന്നുണ്ടായിരുന്നു. സോ ആരിസിനെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചൊരു കോളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. പക്ഷേ നമ്മുടെ മുത്തശ്ശി, യൂറി, കെയ്ഫർ, ജേജെ ഇവർ 4 പേര് മാത്രം ആവുന്നുണ്ട്. മുത്തശ്ശി ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ യൂറി പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് മാത്രമാണ് കഴിഞ്ഞത്. ഇവർ പറയുന്നുണ്ടായിരുന്നു കെയ്ഫറും അതുപോലെ തന്നെ ജേജയും തമ്മിൽ റിലേഷനാണ്, ഇവരാണ് കപ്പിൾസ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കെയ്ഫർ ആണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എനിക്ക് ജേജയെ നല്ല രീതിയിൽ ഇഷ്ടമെന്നുള്ള കാര്യം. അപ്പോൾ മുത്തശ്ശി നമ്മുടെ ജേജയോട് ചൂടാവുന്നുണ്ട് നീ എന്താ ഒരു സമയത്ത് 2 വെള്ളത്തിൽ കാലിട്ട് നിൽക്കുന്നത്, നീ എന്തൊന്നും പറയാത്തെന്നുള്ള രീതിയിൽ ചൂടാവുമ്പോൾ കെയ്ഫർ പറയുന്നുണ്ടായിരുന്നു യൂറിയാണ് അവൾ ഈ ഒരു സാഹചര്യം കൊണ്ട് എത്തിച്ചത്, അവളെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത്. സോ അവളെ വഴക്ക് പറയില്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവളുടെ ഗേൾ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒഫീഷ്യലി ഒരു കപ്പിളാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ യൂറി പറയുന്നുണ്ടായിരുന്നു നിനക്കൊരു ലാബിലില്ല അപ്പോഴാണോ ഇനി ഇവളെയും കൂടെ ഒരു ലാബിലിട്ട് ആക്കുന്നത് ഐ മീൻ ഒഫീഷ്യൽ ആക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ മുത്തശ്ശി അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം. എന്താണ് തീരുമാനം എന്നുള്ള കാര്യം ജേജയാണ് തീരുമാനം എടുക്കേണ്ടത്, ആര് സെലക്ട് ചെയ്യണം, കെയ്ഫറിനെ വേണോ യൂറിനെ വേണോ എന്നുള്ള കാര്യം ജേജയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള രീതിയിൽ മുത്തശ്ശി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിന് ശേഷമാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ യൂറും കെയ്ഫറും വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. ജേജയാണെങ്കിൽ നമ്മുടെ സെക്ഷൻ ക്ലാസ്സിലേക്ക് വരികയാണ് കേട്ടോ. സാധാരണ ക്ലാസ്സിലേക്ക് വരുമ്പോഴാണെങ്കിൽ നമ്മുടെ സെക്ഷൻ ക്ലാസ് ഭയങ്കര അലമ്പായിട്ട് ഓരോരുത്തർ പല പല പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതാണെങ്കിൽ ഭയങ്കര ശാന്തമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ അവൾ വിചാരിച്ചു വീണ്ടും ഇവർ തല്ലുകൂടി ഇങ്ങനെ മാറിയിരിക്കുന്നതാണെന്ന്. ആ സമയത്തായപ്പോൾ ഡേവിഡ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ കൈ പിടിച്ചിട്ട് അവൻ ആരും ഇല്ലാത്ത ടെറസിൻ്റെ ഒരു സ്ഥലത്തേക്കായിരുന്നു അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആരും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പേഴ്സിനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പേഴ്സിനോട് സംസാരിച്ച പേഴ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ മാത്രമല്ലേ അവിടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ജേജയ്ക്ക് ഫോൺ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജേജനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജേജെ തിരിച്ച് സംസാരിക്കുന്നുണ്ട് എന്തിനെങ്ങോട്ടേക്ക് വരുന്നത്, നീ കാരണമാണ് ഞാൻ ഈ പ്രശ്നത്തിലും കാര്യങ്ങളൊക്കെ അകപ്പെട്ടത്, ഞാൻ അവിടെ നല്ല ലൈഫും കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നിൻ്റെ വരവോട് കൂടിയാണ് വീണ്ടും എൻ്റെ ലൈഫ് ആകെ അട്ടിമറന്നുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടായിരുന്നു. അതുപോലെ ദൈവത്തെ ഓർത്ത് ദൈവം ഇത് നീ ഇങ്ങോട്ടേക്കൊന്നും വരരുത്, എന്നെ കാണാൻ വരരുത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പേഴ്സി ആണെങ്കിൽ പറയുന്നത് നീ അങ്ങനെയൊന്നും പറയരുത്, എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ ലൈഫ് തകർത്തത് പേഴ്സി ഐ മീൻ ലൈഫിലേക്ക് ആ പേഴ്സി വന്നതോട് കൂടിയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നെന്നുള്ള രീതിയിൽ അവൾ നല്ല രീതിയിൽ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ ഇവളാണെങ്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ കരയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവളുടെ മുഖത്ത് പിടിച്ചായിരുന്നു ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ നൈസായിട്ട് അവളൊന്ന് കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ കിസ് ചെയ്താണെങ്കിൽ അവൾ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഐ മീൻ ഇവൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണല്ലോ. സോ കിസ് ചെയ്തപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് തള്ളി മാറ്റുന്നുണ്ടായിരുന്നു. എന്ത് ഉദ്ദേശത്തിലാണ് ഇനി ഡേവിഡ് ഇവളെ കിസ് ചെയ്തതെന്നൊന്നും അറിയില്ല കേട്ടോ. ഈ സമയത്താണെങ്കിൽ ഇതൊക്കെ കണ്ടോട് അവിടെ കെയ്ഫർ നിൽക്കുന്നുണ്ടായിരുന്നു. കെയ്ഫർ ആണെങ്കിൽ പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ റിയാക്ഷൻ എന്താ നിങ്ങൾക്ക് അറിയാലോ, ഓടി വന്ന് നല്ല രീതിയിൽ തന്നെ വലിയൊരു കിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് സെക്ഷനിൽ എല്ലാവരും വേണോ, യൂറിയെ കിട്ടുക ഐ മീൻ യൂറിയുടെ മതിയാവാഞ്ഞിട്ടാണോ ഇനി ഇവരെയും കൂടെ എന്നുള്ള രീതിയിൽ സെക്ഷനിൽ എല്ലാവരും ഇനി കിസ് ചെയ്യണോ എഫ്ഐആറിലാക്കണോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളെ വളരെ മോശപ്പെടുത്തിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇതൊന്നും കേട്ടിട്ട് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ദിവസം മുന്നത്തൊരു സീനാണ് കാണിക്കുന്നത്. സോ നമ്മുടെ ഏരിസ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന ആ ഒരു ദിവസം ഉണ്ടായിരുന്നു. നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ മീൻ ബ്രദറാണ് ആലിസ് നമ്മുടെ ജേജയുടെ സ്വന്തം ബ്രദറാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതറിഞ്ഞ ആ ഒരു ഞെട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആലിസ് ആണെങ്കിൽ അവളോട് ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ബ്രദർ ആണെങ്കിൽ കൂടെ ബ്രദറിൻ്റെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും എൻ്റെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ട, എങ്ങനെയായിരുന്നോ കസിനായപ്പോൾ നിന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജേജയാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു കസിനെ എന്നുള്ളൊരു കൺസെൻട്രേഷനും പോലും തന്നിട്ടില്ല, പിന്നെയാണ് സ്വന്തം എന്നുള്ളൊരിതായിട്ട് പോലും ഒരു കൺസെൻട്രേഷൻ അവൾ അങ്ങനെ എക്സ്പെക്റ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന രീതിയിൽ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജേജയാണെങ്കിൽ ക്ലാസ്സിലേക്ക് പോകുക കേട്ടോ. അപ്പോൾ പോകുന്നിടയിലാണെങ്കിൽ ഓരോ കാര്യങ്ങൾ
ആലോചിച്ചിട്ട് ഭയങ്കര വിഷമിച്ചായിരുന്നു അവൾ പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണെങ്കിൽ 2 ബൈക്കാണെങ്കിൽ അവളെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളൊന്ന് അവളുടെ അടുത്തേക്ക് കൂടെ വന്നിട്ട് ടേൺ ഔട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് വീണിട്ടായിരുന്നു. ആൾക്കാരൊക്കെ വന്നിട്ട് എണീപ്പിച്ച് വിടുന്നുണ്ടായിരുന്നു. അവളെ കുറേ ആശ്വസിപ്പിച്ച് പിന്നെ അവൾ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്ഷനിൽ എത്തിയപ്പോൾ അവൾ കാണുന്ന കാഴ്ച വേറൊരു പയ്യനെ നമ്മുടെ കീഫർ അടിക്കുന്നുണ്ടായിരുന്നു. നീ ജെ കിസ് ചെയ്തോ, ജെയ്ജെനായിട്ട് എന്തെങ്കിലും റിലേഷനും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ജെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ജെ പറയുന്നത് നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അവളോട് പറയുന്നത് നിങ്ങൾക്ക് സെക്ഷനിൽ എല്ലാവരും വേണ്ട, സെക്ഷനിൽ എല്ലാവരും നിങ്ങൾക്ക് അഫെയറിലാക്കേണ്ട, കിസ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അവൾ വളരെ അപമാനപ്പെടുത്തിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജെയ്ജയ്ക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട്. സിയാനോട് വന്ന് ചോദിക്കുന്നത് നിനക്കും ജെ ഇഷ്ടമാണ്, ജെ തനിക്കൊരു സഹോദരി പോലെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സിയാൻ പറയുന്നത്. അങ്ങനെ സെക്ഷനിൽ എല്ലാവരും നിരത്ത് നിർത്തിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ജെയ്ജയ്ക്ക് സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ. കാരണം സ്വന്തം ബ്രദേഴ്സിനെ പോലെയായിരുന്നു സെക്ഷനിലെ മിക്ക ആൾക്കാരെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്, മിക്ക ആൾക്കാരെ മൊത്തത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ സങ്കടവും കാര്യങ്ങളൊക്കെ അവൾക്ക് നല്ല രീതിയിലുണ്ട്. കൂടാതെ തന്നെ യൂറിനോട് ചോദിക്കുന്നുണ്ട് പിന്നെ നിന്നെക്കുറിച്ച് പറയണ്ടല്ലോ, ഞാൻ സ്നേഹിച്ച എല്ലാവരും നിനക്ക് വേണം, ആദ്യം ഫ്രൈയ പിന്നെ എല്ലാം ഇപ്പോൾ ദേവളി. കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണെങ്കിൽ ചേച്ചി മൊത്തത്തിൽ തലയൊക്കെ വേദനിച്ച് ആകെ വിഭ്രാന്തിയിൽ ഭയങ്കര ടയേർഡായിട്ട് അവൾ വീഴുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മുടെ സെക്ഷനിൽ വേറൊരു പിള്ളേർ വന്നിട്ട് അവളെ എണീപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുക എനിക്ക് വളരെ നാണക്കേട് തോന്നുന്നു. അപ്പോൾ അവൻ പറയുന്നത് നിനക്ക് നാണക്കേട് തോന്നുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്? വീണ്ടും പറയുന്നൊന്നും മിണ്ടാതിരിക്കുക, എന്നെക്കുറിച്ച് സംസാരിക്കില്ല, ഞാൻ നിങ്ങളെപ്പോലെ ഈ സെക്ഷനിലെ സ്റ്റുഡൻ്റ് അല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അല്ല നീ സെക്ഷനിലെ സ്റ്റുഡൻ്റ് അല്ല രീതിയിൽ അവളെ ഭയങ്കര അപമാനിച്ച് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവളെ കൊണ്ട് നേരെ സെക്ഷൻ എയിലോട്ട് പോകുന്നുണ്ടായിരുന്നു. പറയുന്നുണ്ടായിരുന്നു നിനക്കിനി ഇവിടെയാണ് സെക്ഷൻ എ ആണ് നിനക്ക് പറ്റിയെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആലിസും പറയുന്നുണ്ടായിരുന്നു നിങ്ങളെപ്പോലുള്ളൊരു യൂസ്ലെസ് ആണ് അവളും, സോ സെക്ഷൻ എക്കും അവളെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. സോ ആ സമയത്താണെങ്കിൽ നമ്മുടെ ജെ ആലോചിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ബ്രദർ തന്നെയാണോ, അവളെ നല്ല രീതിയിൽ താഴ്ത്തി കെട്ടിയിട്ടായിരുന്നു നമ്മുടെ ആരിസോടെ സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഇതിന് മുന്നേ ആണെങ്കിൽ ആരിസ് അവളെ സെക്ഷൻ എയിലേക്ക് കൊണ്ടുവരാൻ നിന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കെയ്ഫർ ആണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു നിനക്കിപ്പോൾ എന്താ ജെ വേണ്ടതെന്നുള്ള കാര്യം സംസാരിക്കുമ്പോൾ എനിക്ക് വേണ്ട, നീ എന്ത് വേണേലും അവളെ ചെയ്തോ, ചീറ്റ് വരെ ചെയ്തോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ജെയ്ക്ക് സങ്കടം ഇതൊന്നും സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ ജെ വീട്ടിലോട്ട് പോയിട്ട് അവരുടെ മുറിവിലും കാര്യങ്ങളൊക്കെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെക്ഷനീത്തെ പിള്ളേരൊക്കെ സോറി പറഞ്ഞിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ റൂമിലോട്ട് അവളുടെ അമ്മ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ക്ലാസ്സിന് പോകുന്നില്ലേ രീതി ചോദിക്കുമ്പോൾ അവൾ മടി പിടിച്ചിരിക്കുമ്പോൾ അമ്മ വേഗം അവളെ ക്ലാസ്സിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ എത്തിയപ്പോൾ സെക്ഷനിലെ പിള്ളേരെല്ലാവരും കൂടെ വലിയ പ്ലാനിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് ജെ കേക്ക് ഒന്ന് പതിയെ പറയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കെയ്ഫറിനോട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജെക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു നീ എന്തിനൊക്കെ ബോധർ ചെയ്യുന്നു, നീയും ആ ഒരു പ്ലാനിലുണ്ടായിരുന്ന ഒരാളല്ലേ എന്നുള്ള രീതിയിലൊക്കെ കെയ്ഫർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ജെ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ എന്ത് പ്ലാൻ എന്നുള്ള രീതിയിൽ അവൾ കേട്ടിട്ട് അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാനറിയാത്ത എന്ത് പ്ലാനാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കെയ്ഫർ പറയുന്നുണ്ടായിരുന്നു നിനക്കത് ശരിക്കും അറിയണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഇന്നലെ എന്നെ സങ്കടപ്പെടുത്തിയതിൻ്റെ അത്ര പോലും സങ്കടപ്പെടുത്താൻ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കെയ്ഫർ പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നെ യൂസ് ചെയ്യായിരുന്നു എന്നുള്ള കാര്യം. അത് കേട്ടിട്ടാണെങ്കിൽ അവൾ നെട്ട് നിൽക്കുക കേട്ടോ. അപ്പം കൂടാതെ അവൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു ഈ സെക്ഷനിലെ ഓരോരുത്തർക്കും അറിയായിരുന്നു ഞാൻ നിന്നെ യൂസ് ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും യാഥാർത്ഥ്യം ഇല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആരിസിനെ ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആരിസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിന്നോട് സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ഈ സെക്ഷനിലെ ഓരോരുത്തർക്കും അറിയാമെന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ജെക്ക് സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യ കേട്ടോ. ഇത് കേട്ടിട്ട് സെക്ഷനിലെ ഒരുപാട് പിള്ളേർ കരിയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ജെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ച കാര്യങ്ങളൊക്കെ അവൻ ഏറ്റവും കൂടുതൽ അവൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഊറി പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നും അവൾ വിശ്വസിച്ച് എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇവളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊന്നും അവൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വിശ്വസിച്ചിരുന്നു നമ്മുടെ കെയ്ഫറിനെ. അപ്പോൾ അവളിങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഈ സീസണിലെ പാർട്ട് 1 ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ലാസ്റ്റ് എപ്പിസോഡാണ്. നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നുണ്ടായിരിക്കും നമ്മുടെ സീസൺ 2 പാർട്ട് 2 വരുന്നുണ്ടായിരിക്കുക ജൂണിലായിരിക്കും. അതുവരെ നമ്മൾ വേറൊരു ഡ്രാമ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സ് ഇടാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ഒരുപാട് പേര് കാണുന്നു. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സെക്ഷൻ ഈ സീസൺ 2 പാർട്ട് 2 അപ്ലോഡ് ജൂണിലാവുന്ന സമയത്ത് നമ്മൾ എന്തായാലും എക്സ്പ്ലനേഷൻ ചെയ്യുന്നതായിരിക്കും. സോ അതിന് സെക്ഷനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രാമ ഏതാണെന്ന് ഞാൻ ഓൾറെഡി കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രാമറ്റിന് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കണ്ട. ദിസ് ഈസ് സൈനിങ് ഔട്ട്. ബൈ.